നമുക്ക് ദൈവവചനമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. നമ്മൾ കൊലോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്കൊക്കെയാണല്ലോ നമ്മുടെ ശ്രദ്ധ ഈ ദിവസങ്ങളിലായിരിക്കുന്നത്. ഒരിക്കൽ കൂടെ നമുക്ക് കൊലോസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18, 19, 20, 21 വാക്യങ്ങളൊന്ന് വായിക്കാം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കുവിൻ, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ആമേൻ. ഈ വാക്യങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച് ദൈവസന്നിധിയിൽ ചില കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തന്നല്ലോ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. സ്തോത്രം. ഒരുപക്ഷെ ഭാര്യമാരെ കുറിച്ചുള്ളത് കേൾക്കുമ്പോൾ ഭർത്താക്കന്മാരെ കുറിച്ച് കേൾക്കുമ്പോൾ ഭാര്യമാർക്കും, മക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ മാതാപിതാക്കൾക്കും, മാതാപിതാക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ മക്കൾക്കും വളരെ സന്തോഷം വരുന്ന ഭാഗങ്ങളാണിത്. സ്തോത്രം. എന്നാൽ ദൈവത്തിന് അങ്ങനെ ഉദ്ദേശിക്കുന്നതേ ഇല്ല. സ്തോത്രം. അവരവരെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുകയും അത് നമ്മളിൽ ഉണ്ടോ എന്ന് ഇല്ല എന്നത് സത്യമാണ്. സ്തോത്രം. അത് മനസ്സിലാക്കുക എന്നതാണ് ദൈവവചനത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. ഈ വചന ചിന്തകളിൽ കൂടിയും ദൈവം നമ്മളോട് ഉദ്ദേശിക്കുന്ന അത് തന്നെയാണ്. ഞാനൊന്ന് കേൾക്കട്ടെ എൻ്റെ ഭാര്യ എന്തൊക്കെ ചെയ്യണമെന്ന്. പാസ്റ്റർ കുറച്ചുകൂടി അതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞൊരു ഭർത്താവ് ആയിരിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ അത് ഒരു ദൈവികമായ സ്വഭാവമല്ല. ബൈബിളിനോടുള്ള ഒരു ശരിയായ നിലയിലല്ല നമ്മൾ കർത്താവിന്റെ വചനത്തോട് മുന്നിൽ വരുന്നത് എന്നതാണ് അതിന്റെ സത്യം. സ്തോത്രം. ആമേൻ. ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ സ്തോത്രം ആ വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. സ്തോത്രം. കൊലോസ്യ ലേഖനം ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്. 3-ാം അധ്യായം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് ഭവനാന്തരീക്ഷത്തിലേക്ക് വന്ന് അവസാനിക്കുന്ന ഒരു ഭാഗമാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം എന്ന്. സ്തോത്രം. തീർച്ചയായിട്ടും കർത്താവ് സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ട ദൈവജനത്തെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് കുടുംബങ്ങളിലാണ്. സ്തോത്രം. അതുകൊണ്ട് അതിൻ്റെതായ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഈ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ചിലർക്ക് ഈ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാരുണ്ട്. സ്തോത്രം. ഭാര്യമാരെ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരുണ്ട്. സ്തോത്രം. അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് സഭയ്ക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ളവരെ അമിതമായി കെയർ ചെയ്യണമെന്ന ദൈവത്തിലുണ്ട്. സ്തോത്രം. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്കായി കൂട്ടായ്മകൾ ആചരിക്കുകയും അവരെ ബലപ്പെടുത്തുകയും നമ്മൾ അവരുടെ വികലതകളെ പലപ്പോഴും എടുത്തു കാണിക്കാറുണ്ട്. സ്തോത്രം. അവർ അങ്ങനെയാണ്, അവർ ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അവർ എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള സാഹചര്യം മനസ്സിലാക്കി. കാരണം ഒരു മനുഷ്യൻ പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കി തന്നോട് കൂടെ ദൈവം ആക്കി വെച്ച ഒരു ദൈവിക പദ്ധതി നഷ്ടമാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ മാനസികാവസ്ഥ ചെറുതല്ല. സ്തോത്രം. അത് മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ പ്രായോഗികമായി നമ്മളിൽ പലർക്കും കഴിയത്തില്ല. സ്തോത്രം. എന്നാൽ അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കുവാൻ ആത്മീകമായി പക്വതയുള്ളവർക്ക് തീർച്ചയായും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ സഭകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലോ ഒക്കെ ഇത് കാണുമ്പോഴെങ്കിലും നമ്മൾ ആത്മീകമായി ദൈവവചനം പറയുന്ന ഒരടിസ്ഥാനം ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഭർത്താവ് അങ്ങനെയാണെന്ന് ഓർത്ത് സന്തോഷിക്കുമ്പോൾ തന്നെ, എൻ്റെ ഭാര്യ അങ്ങനെയാണ് എന്ന് ഓർത്ത് സന്തോഷിക്കുമ്പോൾ തന്നെ അതില്ലാത്തവരെ ഓർത്തും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രത്യേകം പുതിയ നിയമമായാലും അങ്ങനെയുള്ളവർക്ക് പരിഗണനകൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അങ്ങനെ നമ്മുടെ കൂട്ടായ്മ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ വോയിസ് ക്ലിയർ ആണ്? ഇപ്പം കേൾക്കാം. ഓക്കെ. കേൾക്കാം. ഇടയ്ക്ക് കട്ടായിപ്പോയി. ഓക്കെ. ദൈവസന്നിധിയിൽ വിധവമാരെയും അങ്ങനെ
അങ്ങനെ ആയിരിക്കുന്ന ദൈവജനത്തെയും ഓർത്ത് ദൈവസഭകൾ കരുതണം, അല്ലെങ്കിൽ അവരെ ഓർക്കണം എന്നത് ദൈവജനത്തിലെ വ്യവസ്ഥയാണ്. സ്തോത്രം. അതുകൊണ്ട് അത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ഈ വചന ചിന്തകളുടെ ഇടയിലും ഇടയാക്കട്ടെ. സ്തോത്രം. അവരുടെ ക്ഷേമം അന്വേഷിക്കുവാനും അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കുവാനുമായി നമ്മൾ സമയങ്ങൾ എടുക്കണം. ചിലപ്പം ദൈവം അതിനുവേണ്ടി നമ്മളെ ഗൈഡ് ചെയ്യും, നമ്മുടെ മനസ്സിലൊരു ഭാരം കൊണ്ടുവരും. സ്തോത്രം. അങ്ങനെ ദൈവം ഭാരം കൊണ്ടുവരുമ്പോൾ അത് ചുമ്മാതെ തോന്നിയതായിരിക്കുമെന്ന് വിചാരിക്കാതെ അവരെ വിളിക്കുവാനും സ്തോത്രം, അവരോട് സംസാരിക്കുവാനും ഒക്കെ ദൈവസന്നിധിയിൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും ബലപ്പെടുത്തുവാൻ ദൈവം കൃപ തരട്ടെ. സ്തോത്രം. ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവ മക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ വാചകങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. സ്തോത്രം. ഭാര്യമാരോട് നമ്മൾ കേട്ട ദൈവവചനം പോലെ സ്തോത്രം, അവരെ സ്നേഹിക്കണം എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കാനായി ശ്രമിച്ചത്. സ്തോത്രം. സ്നേഹിക്കണം എന്നത് ദൈവവചനത്തിന്റെ ഒരു വ്യവസ്ഥയാണ്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ ഭാര്യമാർ ഭാര്യമാരോട് പറഞ്ഞ കാര്യങ്ങൾ സ്തോത്രം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണമെന്നാണ്. സ്തോത്രം. അത് കർത്താവിന് ഉചിതമാണ്. കർത്താവിന് ഉചിതമാവണ്ണം കീഴടങ്ങുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. അതിനുശേഷം ഭർത്താക്കന്മാരെയും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കരുത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞാൽ ഭാര്യമാർക്ക് സ്നേഹം കൊണ്ടൊരു വലിയ ഒരു വലിയ പ്രൊട്ടക്ഷൻ, ഒരു വലിയ ഒരു സുരക്ഷിതത്വം നമ്മുടെ സ്നേഹം കൊണ്ടുണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഭാര്യയുടെ ലൈഫിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയാലും ആ ഭാര്യയ്ക്ക് ഇപ്രകാരം ബോധ്യപ്പെടണം, എന്റെ സ്തോത്രം, ഭർത്താവ് എന്നെ ഒരിക്കലും കൈവിടുകയില്ല. സ്തോത്രം. അദ്ദേഹം എന്നോടൊപ്പം കാണും എന്നൊരു ബോധ്യം ഒരു ഭർത്താവിന്റെ ജീവിതത്തിൽ നിന്നും ഭാര്യ തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. സ്തോത്രം. അവരുടെ ലൈഫിൽ ഒരു പ്രതീക്ഷിക്കാത്തൊരു തെറ്റ് വരിക, ഒരു മിസ്റ്റേക്ക് വരിക ചെയ്യുമ്പോൾ നമ്മൾ അവരെ കെയർ ചെയ്യുമെന്നും സ്തോത്രം, അവർ എന്റെ ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും കുഴപ്പമില്ല, സ്തോത്രം, എന്റെ ഭർത്താവ് എന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ധൈര്യമാണ്. സ്തോത്രം. ലോകം മുഴുവൻ അവർക്ക് എതിരായി തീർന്നാലും എന്റെ കൂടെ ഒരു മനുഷ്യൻ ഉണ്ട്, അദ്ദേഹം എന്റെ കൂടെ നിൽക്കും, എന്റെ തെറ്റാണെങ്കിലും അദ്ദേഹം അതെന്നെ പറഞ്ഞ് ഒരുപക്ഷെ സ്നേഹത്തോടെ മനസ്സിലാക്കുമെന്നല്ലാതെ അദ്ദേഹം എന്നെ പൊതുവിൽ മാറ്റി നിർത്തുകയില്ല, മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാക്കുകയില്ല എന്നുള്ളൊരു ബോധ്യം, ഒരു പ്രൊട്ടക്ഷൻ, സ്നേഹത്തിൽ നിന്നുള്ള ഒരു സുരക്ഷിതത്വം തീർച്ചയായിട്ടും ദൈവവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ക്രിസ്തു സഭയെ സ്നേഹിച്ചത് അങ്ങനെയാണ്, സെക്യൂർ ആയ ഒരു ലവ് ആയിരുന്നു. സ്തോത്രം. കർത്താവ് നമ്മളോട് കാണിച്ചത്. സ്തോത്രം. എന്റെ കരത്തിൽ വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിട്ടുകളയും എന്നല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് എന്റെ കരത്തിൽ നിന്നും ആർക്കും അവരെ എടുത്തു കളവാൻ കഴിയത്തില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏതൊക്കെ മനുഷ്യർ നിങ്ങളുടെ ഭാര്യയുമായി തെറ്റുവാനുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവന്നാലും, എത്ര തന്നെ പിശാച് അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാലും, സ്തോത്രം, ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ സെക്യൂർ ആണ്, അവരിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്നില്ല. ദൈവം സഭയെ സ്നേഹിച്ചത് അപ്രകാരമാണ്. സ്തോത്രം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3:16 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. സ്തോത്രം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്തോത്രം. അതേ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തുവാനാണ് കർത്താവ് ഭർത്താവിനോട് ഭാര്യയെക്കുറിച്ച് ബോധിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ ഭാര്യയെ എതിർക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ നാട്ടുകാർ ഒരു പക്ഷെ നിങ്ങളുടെ ഭാര്യയെ എതിർക്കുന്നുണ്ടായിരിക്കാം. ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണോ എന്നും അറിയത്തില്ല. എന്റെ ബൈബിൾ കോളേജ് ടീച്ചറിന്റെ വീടിന്റെ ഓപ്പോസിറ്റുള്ള ഒരു ഹൈന്ദവ മാർഗത്തിലുള്ള ഒരു ഭവനത്തിലെ ഒരു കാര്യം. സ്തോത്രം. അദ്ദേഹം വിവാഹം കഴിച്ചു കഴിഞ്ഞ് ദിവസമാണ് അറിയുന്നത്, കഴിഞ്ഞ ആ ദിവസമാണ് അറിയുന്നത് തന്റെ ഭാര്യയ്ക്ക് മാനസികമായ ചെറിയ വിഷയമുള്ള ഒരു ഭാര്യ സഹോദരിയാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സ്തോത്രം. എന്നിട്ട് അദ്ദേഹം ചെയ്തത് വളരെ അത്ഭുതകരമായിരുന്നു, വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. ആ മനുഷ്യൻ ചെയ്തത് എന്തെന്ന് ചോദിച്ചാൽ ആ ഭാര്യയെ ആരോടും തന്റെ ഭാര്യയുടെ രഹസ്യമായ കുറവുകളെ പറയാതെ, സ്തോത്രം, ബലഹീനതകളെ പറയാതെ താൻ തന്നെ ആ ഭാരത്തെ മറച്ചു. സ്തോത്രം. മറച്ചു വെച്ചു. ദൈവത്തെ ഒന്നും അറിയത്തില്ല, ലോകത്തിലൊരു മനുഷ്യനാണ് അദ്ദേഹം. അത് മറച്ചു വെച്ചു. അദ്ദേഹം ഒരു ബാങ്കിലെ മാനേജറാണ്. സ്തോത്രം. അദ്ദേഹം അത് മറച്ചു വെച്ചു. പിന്നീട് സംഭവിച്ചത് അത്ഭുതകരമായ സംഭവങ്ങളാണ്. ചില വർഷങ്ങൾ കഴിഞ്ഞു പോയി.
അത്ഭുതകരമായി ദൈവം അവരുടെ കുടുംബജീവിതത്തിൽ ആ സഹോദരിയെ മാറ്റി. സ്തോത്രം. നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. തലമുറകളെ നൽകി അവരെ അനുഗ്രഹിച്ചു. ഇന്ന് ഞാൻ ആ വീട്ടിൽ, എന്റെ സാറിന്റെ വീട്ടിൽ കടന്നുപോയപ്പോൾ അയലത്തെ വീട്ടിലെ അവരുമായി സംസാരിക്കുവാൻ ദൈവം എനിക്ക് അവസരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സ്തോത്രം, ആ സാർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അവർ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഭർത്താവിന്റെ സ്നേഹത്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിന് മാറ്റം സംഭവിച്ചു. ചില ആളുകൾ, ഡോക്ടർമാർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഹോർമോണൽ പരമായ വിഷയങ്ങളാൽ ഒരു വ്യക്തി സ്തോത്രം കുഴപ്പങ്ങൾ ഉണ്ടായിപ്പോയാലും മാനസികമായ സമ്മർദ്ദങ്ങളിൽ അകപ്പെട്ടു പോയാലും ഇനി എത്രമാത്രം അദ്ദേഹത്തിന് മരുന്ന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരു സപ്പോർട്ടുണ്ട്, എന്നെ ഒരാൾ സ്നേഹിക്കാനുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ സന്തോഷകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് മരുന്നിന് ഒരിക്കലും കഴിയത്തില്ല. മരുന്നിനേക്കാൾ ശക്തിയാണ് പിന്നിൽ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ഒരു ലോകപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ കഴിഞ്ഞെങ്കിൽ അത് കേവലം ക്രിസ്ത്യാനിക്ക് മാത്രം വെച്ച വ്യവസ്ഥയല്ല. കർത്താവ് ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെ ആക്കി വെച്ചതാണ്. അതനുസരിക്കാൻ ഇന്ന് ലോകത്തിലെ എല്ലാവർക്കും കർത്താവ് കൊടുത്തിരിക്കുന്ന തത്വം അത് തന്നെയാണ്. സ്വത്രം. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ആഴത്തിൽ ക്രൂശിലുള്ള സ്നേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ട് കർത്താവ് പറയുന്നു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കട്ടെ. സ്തോത്രം. അതെ, നമ്മളൊരു സെക്യുറായ ലവ് ആണ്. ഒരിക്കലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാറിപ്പോകാത്ത ഒരു സ്നേഹമാണ് കർത്താവ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തന്നിരിക്കുന്നത്. അങ്ങനെയാണ് സ്നേഹിക്കാനാണ് നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്നത്. സ്തോത്രം. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നതിന് ശേഷമോ ശാരീരിക ബലഹീനതകൾ വന്നതിന് ശേഷമോ അവരുടെ സൗന്ദര്യങ്ങൾ കുറയുമ്പോഴോ നമ്മുടെ പാർട്ട്ണറിന്റെ പഴയതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ ആദ്യ സ്നേഹം വിട്ടുകളയുന്നത് പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ അലട്ടുന്നതായി കണ്ടിട്ടുണ്ട്. സ്വത്രം. താരതമ്യത്തിലേക്ക് പോകുന്നു. അത് നിമിത്തം കുടുംബം ഡൈവോഴ്സുകളിലേക്ക് പോകുന്നു. കുഞ്ഞുങ്ങളായതിനു ശേഷം പോലും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പോലും വഴക്കുകൾ തുടങ്ങുന്നു. അവർ വിചാരിച്ചതുപോലെ തലമുടിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആ മുഖത്തെ സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ സംഭവിച്ചു പോയ ശാരീരിക ബലഹീനതകൾ കൊണ്ടോ ഒക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട് എത്രയോ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുമ്പോൾ എന്നെയും നിങ്ങളെയും സഭ എന്ന വണ്ണം കർത്താവ് കണ്ടതിന് ശേഷം പോലും പത്രോസ് ആയാലും യോഹന്നാനായാലും പലപ്പോഴും മാറി മാറി സഞ്ചരിച്ചിട്ടും പുറകെ പോയി സ്നേഹം കൊണ്ട് പിടിച്ചു കൊണ്ടുവരുന്നതല്ലാതെ കർത്താവിൽ നിന്നും നമുക്ക് മറ്റൊന്നും കാണുവാൻ കഴിയുന്നില്ല. സ്നേഹത്തിന്റെ സ്വരത്തോടു കൂടിയുള്ള ഒരു കൈത്താങ്ങൽ കർത്താവ് സഭയോട് കാണിച്ചത് സെക്യൂർ ആയിരുന്നു. സ്തോത്രം. ഇതിൽ ഒരു വിവാദത്തിലേക്ക് പോവുകയല്ല എന്ന് പറഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടത്തില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് അതിനെക്കുറിച്ചുള്ള വിമർശന ചിന്തകളിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ ക്രിസ്തുവിന്റെ പുറകെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഭദ്രമാക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതേ കർത്താവിന്റെ നമ്മളോട് കാണിച്ച സ്നേഹം ഭദ്രതയുള്ളതാണെന്ന് ദൈവവചനത്തിന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ആ കർത്താവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിന്റെ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും ഭാര്യയോടുള്ള സ്നേഹം ഭർത്താവിന് ഒരിക്കലും കുറയാതിരിക്കുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. അതിനുശേഷമാണ് നമ്മൾ അതിനോട് ചേർന്ന് നമ്മൾ ചിന്തിച്ച ചിന്തയാണ് അവരോട് ബിറ്ററായിരിക്കരുത്, ഹാഷായി ഇടപെടരുത്. വളരെ കഠിനമായ രീതിയിൽ ഇടപെടാൻ ദൈവവചനം നമുക്ക് വ്യവസ്ഥ തരുന്നില്ല. അത് ചിന്തിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചത്. സ്തോത്രം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുവാനിടയായി തീർന്നല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സ്വീറ്റായി അവരോട് ഇടപെടുന്നില്ല എന്നതാണ് ഹാർഷായി ഇടപെടുന്നു എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്. സ്തോത്രം. ഹാർഷായി നമ്മൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ സ്തോത്രം സ്വീറ്റായി നമ്മൾ ഇടപെടുന്നു എന്നതാണ് എൻ്റെ അർത്ഥം. സ്തോത്രം. അങ്ങനെ ഇടപെടുവാൻ മാത്രമേ ഭാര്യയുടെ മേൽ ഭർത്താവിന് ദൈവം അനുവാദം കൊടുക്കുന്നുള്ളൂ എന്നൊരു വാക്കാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞത് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞാൽ, സ്തോത്രം, മക്കളെ തിരുത്തുവാൻ ദൈവം ബാലശിക്ഷയിലേക്ക് സഭയെ കടത്തിവിടുന്നു എന്ന് പറയുന്നെങ്കിലും ഭാര്യയെ അപ്രകാരം നടത്തുവാൻ ഈ വചനത്തിന്റെ ഒരു വ്യവസ്ഥയും കൂടെ ക്ലോസും കൂടി ഇവിടെ വെക്കുന്നത് കൊണ്ട് കഴിയുകയില്ല. അങ്ങനെ ഒരു ശിക്ഷണ നടപടിയിലേക്ക് കടത്തിവിടാനോ അവരോട് ഹാർഷായി ഇടപെടാനോ ദൈവവചനം നമുക്ക് ഒട്ടും അനുവാദം തരുന്നില്ല ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ആ സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്നേഹബന്ധങ്ങളിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. അപ്രകാരം ഒരു സ്നേഹബന്ധത്തിലേക്ക് നമുക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. ഒരിക്കൽ ഒരു ബൈബിൾ കോളേജിൽ കടന്നു വന്ന ഒരു യൗവനക്കാരനായ ഒരു സഹോദരൻ തന്റെ ടീച്ചറിനോട് ഇപ്രകാരം ചോദിച്ചു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. സ്തോത്രം. അതിങ്ങനെയാണ് പറഞ്ഞത്, സാറേ, ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം
എനിക്ക് ഭാര്യയോട് ഭയങ്കര സ്നേഹമാകുന്നു. സ്തോത്രം. അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അത് സാറ് തിരക്കി, എന്താണ് ഭാര്യയെ സ്നേഹിക്കുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? നല്ല കാര്യമല്ലേ? അപ്പോൾ അദ്ദേഹം, ഭക്തനായ മനുഷ്യൻ, ആ ദൈവത്തോട് വളരെ സ്നേഹമുള്ള ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം സാറേ, എനിക്ക് കർത്താവിനെ അമിതമായി സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ അറിയാതെ എന്റെ ഭാര്യയെ ഒത്തിരി സ്നേഹിക്കുന്നു. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ എന്റെ ഭാര്യയെക്കാളൊക്കെ ഞാൻ യേശുവിനെ അല്ലേ സ്നേഹിക്കേണ്ടത്? അവിടെ എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചില്ലേ സാറേ? എനിക്ക് പറ്റുന്നില്ല. ഞാൻ അറിയാതെ എന്റെ തോന്നൽ എന്റെ ഭാര്യയെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു എന്നതാണ്. സ്തോത്രം. ഉടനെ സാർ സമാധാനപരമായി ആ ആ ആ യൗവനക്കാരനായ സഹോദരൻ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രയും സ്നേഹിക്കണോ? സ്തോത്രം. അതെ, ദൈവവചനത്തിലെ വ്യവസ്ഥ അതാണ്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, അത്രമാത്രം ഒന്നും ഞാൻ സ്നേഹിക്കുന്നില്ല. സ്തോത്രം. അത്രമാത്രം ഒന്നും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലൊരു മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയെ ഭയങ്കരമായി സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവക്കത് മനസ്സിലാകുന്നില്ല. ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിച്ചു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒത്തിരി സ്നേഹിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. സ്തോത്രം. ഈ പ്രസംഗിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം വല്ലാതെ നിന്നു പോകുന്നത് വാക്കിന്റെ മുന്നിലാണ്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കട്ടെ. നമ്മളാരും തികഞ്ഞവരല്ല. ആ തികഞ്ഞ ഓട്ടത്തിലേക്ക് പൗലോസ് ഓടിയതുപോലെ നമ്മൾ പുറകെ ഓടുന്നു എന്നുള്ളത് വാസ്തവമാണെങ്കിലും, സ്തോത്രം, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമ്മൾ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല നമ്മുടെ ഭാര്യയെ. സ്തോത്രം. നമ്മുടെ ലൈഫിൽ ഈ ദിവസങ്ങളിൽ അത് മനസ്സിലാക്കാൻ ഇടയാട്ടെ. ആർക്കെങ്കിലും ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്നവർക്ക് തെറ്റിദ്ധാരണ, പാസ്റ്റർ പറയുന്നത് പോലെയൊന്നും അല്ല പാസ്റ്ററെ, പാസ്റ്ററെ പോലും അല്ല പാസ്റ്ററെ, ഞാൻ വളരെ ശക്തമായി എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചിലവിടുന്ന വ്യക്തിയാണ്, ഞാൻ വലിയ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അവരോടൊക്കെ ഈ കർത്താവിന് ചോദിക്കാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു സഭയ്ക്ക് വേണ്ടി എല്ലാമായി തീർന്നതുപോലെ 33.5 വർഷം തന്നെത്താൻ തകർക്കപ്പെട്ടവനായി ഈ ലോകത്തിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ എന്നെയും നിങ്ങളെ സ്നേഹിക്കാൻ കടന്ന് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദാസ സ്വരൂപത്തിൽ ജീവിച്ച ആ യേശുവിന്റെ സ്നേഹത്തിന് മുന്നിൽ, ആ തുപ്പലേൽപ്പിക്കപ്പെട്ട സൃഷ്ടിയുടെ കയ്യിൽ നിന്നും അടിയേൽപ്പിക്കപ്പെട്ട യേശുവിന്റെ സ്നേഹത്തോളം നമ്മുടെ ലൈഫിൽ സ്നേഹം വന്നിട്ടില്ല എന്നത് വാസ്തവമായ സത്യമാണെന്ന് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അതോർത്ത് ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ പ്രത്യേകിച്ച് വകയൊന്നുമില്ല. സ്തോത്രം. നമ്മൾ അത്രയും സ്നേഹിച്ചിട്ടില്ല എന്നതാണ് വാസ്തവമായ സത്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ പിന്നീട് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലായിരുന്നു, നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയി പോയെങ്കിൽ. സ്തോത്രം. ഒരിക്കലും ക്രിസ്തു അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ക്രിസ്തു എത്രമാത്രം സഭയെ സ്നേഹിച്ചു എന്ന് സത്യത്തിൽ ബൈബിളിൽ നിന്ന് മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം. സ്തോത്രം. അതാണ് വാസ്തവമായ സത്യം. ഇനി നേരെ ഒന്ന് അതിന്റെ മറ്റൊരു വശം കൂടെ പറഞ്ഞാൽ, ഇനി ഭാര്യ പറയുകയാണ്, പാസ്റ്ററെ, ഞാൻ കീഴടങ്ങാവുന്നതിന്റെ മാക്സിമം കീഴടങ്ങി, ഞാൻ സബ്മിസീവ് ആവുന്ന മാക്സിമം സബ്മിസീവ് ആയി, എന്നെ പോലെ ഒരു ഭാര്യ ഒരു ഭർത്താവിന് കീഴടങ്ങിയിട്ടുണ്ടെന്ന് അറിയത്തില്ല പാസ്റ്ററെ, എന്നിട്ടും ഈ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നില്ലെന്നാ പറയുന്നതെങ്കിൽ, കർത്താവ് നമ്മളോട് സ്നേഹത്തോടെ സമാധാനത്തോടെ ചോദിക്കുന്ന ചോദ്യം, കർത്താവ് നമ്മളെ സ്നേഹിക്കാൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പിതാവിന് ശൂന്യനാക്കപ്പെട്ട് സബ്മിസീവായി താനെന്ന മനുഷ്യൻ ഒന്നും ചെയ്യാതെ പിതാവിന്റെ ഇഷ്ടത്തിന് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ഞാനെന്ന ഭാവമില്ലാതെ ഒരു പെർസെന്റേജ് പോലും ഇല്ലാത്ത, അതുകൊണ്ടാണ് ശൂന്യമാക്കപ്പെട്ടു എന്ന് എഫെസ്യ ലേഖനം പറയുന്നത്. അങ്ങനെ താനുണ്ട്, പക്ഷെ താൻ ഇല്ല. തന്നെ തന്നെ ശൂന്യനാക്കി ഈ താണഭൂമിയിലേക്ക് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ആ ക്രിസ്തുവിനോളം നമ്മൾ സബ്മിസീവ് ആയിട്ടില്ല കേട്ടോ, സബ്മിസീവ് ആയിട്ടില്ല. നമ്മൾ ഇനിയും ഒത്തിരി സബ്മിസീവ് ആകാനുണ്ട്. ഈ സബ്മിസീവ് കർത്താവ് എത്രയായ ആഴത്തിൽ പഠിച്ചാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല, പക്ഷേ ഞാൻ ഒത്തിരി കീഴടങ്ങി. നമ്മൾ ആരും അത്രയും കീഴടങ്ങിയിട്ടില്ല എന്നതാണ് സത്യം. ഞാനത് ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞതുപോലെ ഞാൻ അതും പറയട്ടെ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സബ്മിസീവായി നിങ്ങളുടെ ഭർത്താവിനോട് ഇരിക്കുന്നത് ചിലപ്പോൾ അയലത്തുകാരെ കെട്ടി സബ്മിസീവ് ആകുന്നുണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെയല്ല കർത്താവ് നമ്മളോട് പറഞ്ഞിരുന്നത്. ക്രിസ്തുവിനെ സഭയൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. സ്തോത്രം. പിതാവ് സബ്മിസീവായ കാര്യങ്ങൾ പലപ്പോഴും പറയുമ്പോൾ പുതിയ നിയമത്തിൽ കാണുന്നത് ഈ പിതാവും യേശുവുമായിട്ടുള്ള ബന്ധത്തിലും ഈ താഴ്മയെ പറ്റി അല്ലെങ്കിൽ ഈ കീഴടങ്ങിയിരിക്കുന്നതിനെ പറ്റി ബൈബിളിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. യേശു നമ്മളെ നേടാൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എത്രമാത്രം ശൂന്യനാക്കപ്പെട്ടോ അത്രയൊന്നും നമ്മൾ ശൂന്യനാക്കിപ്പെട്ടിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടെ വചനം പറയുന്നു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ
ത്യജിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മളെ ത്യജിച്ചിട്ടില്ലെന്നാണ്. സ്തോത്രം. പാസ്റ്റർ, ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നമ്മളെ ത്യജിച്ചിട്ടില്ലെന്നാണ് അർത്ഥം. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഭാര്യമാരായാലും ഭർത്താക്കന്മാരായാലും ഈ വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ശക്തമായിട്ട് ഇടയാക്കട്ടെ. ആമേൻ. കർത്താവ് ഈ വചനത്തിന് മുന്നിലും ഈ കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വചനത്തെ ചേർത്തു പറഞ്ഞാൽ കർത്താവ് തന്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ ഇന്ന് രാത്രിയിലും വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളാരും പെർഫെക്റ്റ് അല്ല. കർത്താവ് ഇന്നും നമ്മളെ പെർഫെക്ഷനിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണ് കുടുംബബന്ധം എന്ന് മനസ്സിലാക്കി മുന്നോട്ടോടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ആ ഭാഗം വിട്ടിട്ട് തലമുറകളുടെ കാര്യത്തിലേക്ക് വരുവാനായി താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ആമേൻ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. എന്റെ സ്വരം ക്ലിയർ ആണെങ്കിൽ ആരെങ്കിലും ഒരാൾ കൈവെക്കാമോ? സ്തോത്രം. എന്റെ സ്വരം ക്ലിയർ ആണെങ്കിൽ സ്തോത്രം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ദൈവസന്നിധിയിൽ ആമേൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതൊന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഒരു ഭാര്യ പറയുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയെ കഴിയുന്നിടത്തോളം സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരു ഭർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയെ കഴിയുന്നിടത്തോളം സ്നേഹിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ എൻ്റെ ഭാര്യ എന്നെ ഒട്ടും കീഴടങ്ങുന്നില്ല പാസ്റ്ററെ. എന്നും സംശയവും, എന്നും വഴക്കും, എന്നും ആമേൻ വലിയ കുഴപ്പങ്ങളുമായി എൻ്റെ കുടുംബ ബന്ധം ഇങ്ങനെ പോവുകയാണ്. ഞാൻ ക്രിസ്തുവിനോടുള്ള, ഞാൻ പെർഫെക്റ്റ് അല്ല, പക്ഷെ ഞാൻ അങ്ങനെ ആകുവാൻ ശ്രമിക്കുന്നുണ്ട്, എന്നെ 1% പോലും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നില്ല എന്നൊരു ഭർത്താവ് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു നല്ല അവസരം കർത്താവ് തരുന്നു എന്ന് നിങ്ങൾ ആഴത്തിൽ ഈ കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കോണം. ഇനി നേരെ തിരിച്ചു ഒരു ഭാര്യ പറയുകയാണ്, പാസ്റ്ററെ ഞാൻ പൂർണ്ണയായിട്ടില്ല പാസ്റ്ററെ, പക്ഷെ ഞാൻ മാക്സിമം കീഴടങ്ങുകയാണ്, ഞാൻ ഒതുങ്ങി നിൽക്കുകയാണ്, ഞാൻ ഇല്ലാതെയായി തീരുകയാണ്, ഞാൻ അങ്ങനെ എൻ്റെ കുടുംബജീവിതത്തിൽ ജീവിച്ചിട്ടും എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരിക്കൽ പോലും ആമേൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, നിങ്ങളുടെ കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാനും നിങ്ങളും സഭയെന്ന് പറയുന്നതും ഒട്ടും യോഗ്യതയില്ലാത്ത ഒരു രീതിയിലായിരുന്നിട്ടും എത്രത്തോളം യേശു ശൂന്യനാക്കി നിന്നു എന്നുള്ളതിന്റെ ആഴത്തിലൊന്നും മനസ്സിലാക്കാൻ ദൈവം ആ കുടുംബ ബന്ധം ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ആമേ സ്തോത്രം. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മളെ ശക്തമായിട്ട് ഇടയാക്കട്ടെ. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞ വാചകങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ കൊലോസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായം പറഞ്ഞപ്പോൾ, നമ്മൾ കൊലോസ്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അല്പം ഒന്ന് ബാക്കി പോയിട്ട് ഞാൻ ഈ വചനത്തിലേക്ക് തന്നെ തിരികെ വരികയാണ്. സ്തോത്രം. സത്യത്തിൽ കൊലോസ്യ ലേഖനത്തിൽ കൂടെയും ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞു, 1-2 അധ്യായങ്ങൾ മനസ്സിലാക്കാതെ ഒരിക്കലും 3-4 അധ്യായങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കരുത് എന്ന്. സ്തോത്രം. അവൻ 1-2 അധ്യായങ്ങളാണ് ഈ 3-4 വാക്യങ്ങളിൽ നിന്നും നമുക്ക് ആഴത്തിൽ ബോധ്യമാകുന്നത്. എന്താണ് പൗലോസ് അവിടെ പറയുന്നത്? ഈ കുടുംബ ബന്ധങ്ങളിൽ വരുമ്പോഴും ആ വചനവുമായി കണക്ട് ചെയ്തേ നമുക്ക് പറ്റൂ. സ്തോത്രം. ഞാൻ ജസ്റ്റ് ഒന്നത് കണക്ട് ചെയ്യാൻ, ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ്. സ്തോത്രം. അവൻ നമുക്ക് 1-ാം അധ്യായത്തിന്റെ, ഞാനിത് ഒത്തിരി മണിക്കൂറുകളെടുത്ത് അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് 1 വർഷത്തിന് മുമ്പ്. സ്തോത്രം. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 9, 10, 11 വാക്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് വായിക്കാം. പൗലോസിന്റെ പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 1-ാം അധ്യായത്തിന്റെ 9, 10, 11 വാക്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സത്പ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആമേൻ. എന്താ നമ്മളിവിടെ അന്ന് മനസ്സിലാക്കിയ, ഒരു പക്ഷേ നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഒരു വേദഭാഗമാണ്. പൗലോസ് പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനും അതുവഴി എന്താണ് ദൈവഹിതത്തെ നമ്മൾ ചെയ്യുന്നവരായി തീരണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്.
പൗലോസ് സഭയെക്കുറിച്ച് പ്രാർത്ഥിച്ചു വിടുകയില്ല. 1-ാം അധ്യായം എന്ന് പറയുന്നത് നമ്മൾ ആ ജ്ഞാനത്തിലേക്ക് വരണമെന്ന് പറയുക. 2-ാം അധ്യായം പറയുന്നത് ആ ജ്ഞാനം ക്രിസ്തുവിൽ ഉണ്ടെന്നാണ് പറയുന്നത്, ഒന്നാം വാക്യങ്ങളൊക്കെ. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുകയാണ് അത് എങ്ങനെ നമ്മളിൽ പ്രാക്ടീസ്, എങ്ങനെ നമ്മൾ അത് അറിയുമെന്നാ പറയുന്നത്. പറയുന്നത് നിങ്ങളോളം എത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പൗലോസ് 1-ാം അധ്യായത്തിൽ പറയുകയാണ് ഞാൻ ആ ജ്ഞാനത്തിലേക്ക്, നിങ്ങൾ തികവിലേക്ക്, ആ പരിജ്ഞാനത്തിലേക്ക്, ആ വിസ്ഡത്തിലേക്ക്, ആ സോഫിയയിലേക്ക്, ആ വലിയ പരിജ്ഞാനമെന്ന് അന്നത്തെ തെറ്റായ ഉപദേശകന്മാർ പറയുന്ന ആ പരിജ്ഞാനം, ജ്ഞാനവാദക്കാർ പറയുന്ന ആ ഒരു 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 എന്താണ് ആ ഒരു 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 ക്ലൈമാക്സിലേക്ക് സഭ വരണമെന്ന് തെറ്റായ ആളുകൾ വന്ന് പഠിപ്പിച്ചു. എന്നാൽ പൗലോസ് പറയുക വേറെ എങ്ങും പോകണ്ട, തികയാൻ യഥാർത്ഥ ജ്ഞാനം, യഥാർത്ഥ വിസ്ഡം ക്രിസ്തുവിലുണ്ട്. അത് നിങ്ങൾ അറിയുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ക്രിസ്തുവിലുണ്ടെന്ന് 2-ാം അധ്യായത്തിൽ പറഞ്ഞു. അത് ക്രിസ്തുവിലുണ്ടെന്ന് എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു ഭർത്താവിനെ, നമുക്കൊട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചിലപ്പം ഭാര്യയുമായിട്ടുള്ള ചില ബന്ധങ്ങൾ 1 വർഷമോ 2 വർഷമോ ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് തന്നിട്ട് ചിലപ്പോൾ ചില വർഷങ്ങളോളം ചിലപ്പോൾ തീരുമാനിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുമ്പോൾ നമ്മൾ അത്രത്തോളം യഥാർത്ഥ ദൈവവചനാണെങ്കിൽ ആഴത്തിൽ ക്രിസ്തു എത്രമാത്രം സഭയെ ക്ഷമിച്ചു സ്നേഹിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നേരെ തിരിച്ചായാലും എത്രത്തോളം കർത്താവ് ഈ ലോകത്തിൽ സബ്മിസീവായെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് കർത്താവ് നമ്മളെ കർത്താവിനെ അറിയാൻ തരുന്ന, ഈ കർത്താവിനെ മറന്നു പോകാൻ പറ്റാത്ത, മാർത്തയും മറിയയും ലാസർ മരിച്ചു കഴിഞ്ഞിട്ടും ഗുരു എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നത് എന്തുകൊണ്ടാ? പലപ്പോഴും ആ ഭവനത്തിൽ വന്ന് യേശു ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവവചനം ആ മറിയ കേട്ടത്, പാപക്ഷമ ആ മറിയക്ക് കിട്ടിയതാ. അവർക്ക് മനസ്സിലായി ഗുരു വരാതിരുന്നാലും എനിക്ക് ഈ ഗുരുവിനെ കളയാൻ കഴിയത്തില്ല. യഹൂദന്മാർ അന്നത്തെ കാലഘട്ടത്തിൽ യേശുവിനെ വിശ്വസിക്കുന്നവരെ ആലയത്തിൽ കൊണ്ടുപോകാറില്ല, കയറ്റാറില്ല. പക്ഷെ ആ ഭവനം കയറ്റിയതാണ്. പക്ഷെ എന്നിട്ടും അവർ ജീവിതത്തിൽ തകർച്ചകളിൽ കൂടി കടന്നു പോകുമ്പോഴും ആ ഭവനം വിടാത്തതിന് കാരണം ആഴത്തിൽ അവർ കർത്താവിനെ അറിഞ്ഞു. ഈ യേശുവിനെ ആഴത്തിൽ അറിയാൻ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതാണ് സഭ. കേവലം കുറച്ച് പഠിക്കാൻ വേണ്ടി മാത്രമല്ല. പാഷ എന്നെ എന്റെ ഭർത്താവ് സ്നേഹിക്കട്ടെ എന്നതിനു വേണ്ടി കർത്താവിന്റെ സ്നേഹം നമ്മളൊന്ന് മനസ്സിലാക്കാൻ കുറച്ചു കാലം ഭർത്താവ് സ്നേഹിക്കാതിരുന്നാൽ കഴിയുമെങ്കിൽ അത് കർത്താവ് ചിലപ്പം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. നമ്മൾ ഭർത്താവിനെതിരെ എതിര് പോകണ്ട. ഇനി ഭാര്യയുടെ കീഴടങ്ങൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ, ചില വർഷങ്ങളോളമോ അല്ലെങ്കിൽ ചില മാസങ്ങളോ ചില സമയങ്ങളിലോ ഒക്കെ ഇല്ലാതെ വരുമ്പോൾ കർത്താവ് എത്രമാത്രം സ്നേഹിച്ചു, അങ്ങനെയുള്ള സഭ എത്രമാത്രം സ്നേഹിച്ചു എന്ന് ഭർത്താവിന് മനസ്സിലാക്കാൻ ദൈവം തരുന്ന അവസരങ്ങളാണെന്ന് മനസ്സിലാക്കാൻ ദൈവം കഴിയട്ടെ. ആ ജ്ഞാനത്തിലേക്ക്, യഥാർത്ഥ ജ്ഞാനമായ ക്രിസ്തുവിലേക്ക്, നല്ല അറിവുകളിലേക്ക്, ആ അറിവ് മനസ്സിലാക്കിയപ്പോഴാണ് പൗലോസ് പറഞ്ഞത് ഞാൻ ഈ ലോകത്തെ മുഴുവൻ ചേരമെന്നുണ്ടെന്നു. എനിക്ക് ഇവിടുത്തെ ആരുടെയും മാന്യതയൊന്നും വേണ്ട, എനിക്ക് ഇവിടുത്തെ ആരുടെ കസേര വേണ്ട, എനിക്ക് ഇവിടുത്തെ ആരുടെ ഉയർച്ച വേണ്ട, എന്നെ ഇവിടെ ആരും ഉയർത്തി പറയണ്ട. പൗലോസ് നേടിയ സഭ പൗലോസിനെ മാനിക്കാതിരിക്കുമ്പോഴും, യേശു അവർക്ക് വേണ്ടി മരിക്കാൻ വന്നപ്പോഴും അവർ ഉൾക്കൊള്ളാതിരുന്നപ്പോഴും, യേശു, ഞാനിത് കൊലോസ്യ ലേഖനത്തിൽ പലപ്പോഴും പറഞ്ഞതാ, യേശു ആ ജനത്തോട് പറഞ്ഞു ഞാൻ മനുഷ്യരുടെ മാനം അന്വേഷിക്കുന്നില്ല. ഇത് മനസ്സിലാകാനുള്ള ഒരു നല്ല അവസരമാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തി തന്നെ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ എത്ര കീഴടങ്ങിയിട്ടും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ? യേശുവിനെ അറിയാൻ ഒരു അവസരമാണ് കൊലോസ്യ ലേഖന പ്രകാരം. നിങ്ങൾ എത്ര സ്നേഹിച്ചിട്ടും ഭാര്യ നിങ്ങൾക്ക് കീഴടങ്ങുന്നില്ലേ? കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ ദൈവം തരുന്ന മനോഹരമായ അവസരങ്ങളാണ്. ചിലപ്പോൾ സെക്കൻഡുകളായിരിക്കാം നിങ്ങളുടെ ഓരോ മാസത്തിലെ, ചില മിനിറ്റുകളായിരിക്കാം ചില മാസങ്ങളിലെ, ചില വർഷങ്ങളോളം കൊണ്ട് ആരോടും പറയാതെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വികലമായ കുടുംബജീവിതം കൊണ്ട് നിങ്ങൾ വല്ലാതെ വേദനിക്കുന്നവരായിരിക്കാം. ചില വികലമായ ഒരു ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ബന്ധങ്ങൾ കൊണ്ട് നിങ്ങൾ തകർന്നു പോയവരായിരിക്കാം. പക്ഷെ ഇതെല്ലാം കർത്താവ് നിങ്ങളോട് പറയാ, ഞാൻ സഭയെ നിങ്ങളെ സ്നേഹിച്ച സമയത്ത് ഞാൻ എടുത്ത വേദന നിങ്ങൾക്കറിയാമോ? ഞാൻ നിങ്ങളെ എത്രത്തോളം കരുതിയെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ നിങ്ങൾ എത്രത്തോളം താണുവെന്നറിയാമോ? ഞാൻ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്രമാത്രം അപമാനിതനായെന്നറിയാമോ? ചിലപ്പോൾ നിങ്ങൾ കുടുംബത്തിൽ അപമാനിതനാകുന്ന
അപമാനിക്കപ്പെടുന്ന ഒരു സ്ത്രീ ആയിരിക്കാം, ഒരു പുരുഷനായിരിക്കാം. എത്ര കാര്യങ്ങളിൽ ആമെ പോയിട്ടും സ്തോത്രം ഒരിക്കലും നന്മ പറയാത്ത, എന്നും വേദനകളിൽ കൂടി കടന്നു വന്നു. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുപക്ഷെ ആരോടും പറയാതെ, ഇവൻ ഒരു പാസ്റ്ററോട് പോലും പറയാതെ നിങ്ങളും നിങ്ങളുടെ ആത്മീക ജീവിതമായി എടുത്തു വെച്ചിരിക്കുന്നവരാണെങ്കിലും അതിൽ പ്രത്യേകിച്ച് നിങ്ങൾ വലിയ കാര്യം ചെയ്യുന്നതിനേക്കാൾ ഉപരി കർത്താവ് നിങ്ങൾക്ക് തരുന്ന മനോഹര അവസരങ്ങളാണെന്ന് മനസ്സിലാക്കിയാട്ടെ. അത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഒരു അവസരം തരികയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹീതമായിട്ട് സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആത്മീകമായി വളരുവാൻ നമ്മുടെ ലൈഫിൽ ഈ കുടുംബ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടയാക്കുകയാണ്. അതുകൊണ്ട് കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, ലോകം പറയുന്ന തത്വജ്ഞാനവും വെറും വഞ്ചനയും ആരും കവരരുത്. ഞാൻ ഇത് പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഒന്നുകൂടെ ഈ ഭാഗം പറഞ്ഞ് അവസാനിക്കുമ്പോൾ, ലോകം നമ്മളോട് പറയും, നീ ഇങ്ങനൊന്നും കീഴടങ്ങി കൊടുക്കരുത്. ലോകം നിങ്ങളോട് പറയും, ഇത്രയൊന്നും എന്തിനാ ഈ സ്നേഹിക്കുന്നേ? പക്ഷെ ലോകത്തിന്റെ പഠിപ്പിക്കലല്ല ദൈവം നമുക്ക് വെച്ചിട്ട് പോയത്. ഈ ആഴത്തിൽ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ തത്വജ്ഞാനത്തിലും വെറും വഞ്ചനയിലേക്കുമല്ല, നമ്മൾ ക്രിസ്തുവിങ്കിലേക്ക് വളരുകയാണ്. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിക്കോ, ക്രിസ്തുവിന് യോഗ്യമാമണ്ണം, ക്രിസ്തുവിന് പ്രസാദകരമാണ്. ഇവിടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടും അതാണ് പറയാൻ പോകുന്നത്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ അതിലേക്ക് വളരുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഈ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്ത് വീണ്ടും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാനായി ശ്രമിക്കാം. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷേ വേദന വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ അടുത്ത കാര്യങ്ങളുടെ മിക്സ് ചെയ്ത് ഞാൻ പറയുവാനായി താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. 20-ാമത്തെ വാക്യം, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. സ്തോത്രം. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സ്തോത്രം കർത്താവിൽ അനുസരിപ്പീൻ, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. സ്തോത്രം. സത്യത്തിൽ യേശുവിന്റെ ജീവനം തന്നെയാണ് ഇവിടെയും മാതൃക. സ്തോത്രം. ഞാൻ എപ്പോഴും യേശുവിനെ കണക്ട് ചെയ്ത് ഈ ലേഖനങ്ങൾ ഇങ്ങനെ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അങ്ങനെയാണ് കൊലോസ്യ ലേഖനം, അങ്ങനെയാണ് ലേഖനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. സ്വത്രം. പൗലോസ് പറഞ്ഞു വരുന്നത് ക്രിസ്തുവിങ്കിലേക്ക് വളരുക എന്നാണ്. സ്വത്രം. ക്രിസ്തുവിനെ അറിയുവാനാണ് ദൈവം ഇതെല്ലാം വെച്ചിരിക്കുന്നത്. സ്വത്രം. അതുകൊണ്ട് തന്നെയാണ് അവിടെയും ആ ക്ലോസ് വെച്ചിരിക്കുന്നത്. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. സ്വത്രം. അതിനും ഞാൻ പറയട്ടെ, ഈ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, ഞാനിത് ഒരിക്കൽ നിങ്ങളോട് ആദ്യം എവിടെയോ ഈ കൊലോസ്യ ലേഖനം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണെങ്കിലും ഞാൻ ഒന്നുകൂടി ഈ വാക്യം പറയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ വചനത്തിലേക്ക് തന്നെ ഒന്നുകൂടെ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ സ്തോത്രം നമുക്ക് ഇന്ന് ഇത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇന്നത്തെ ഒരു സമൂഹത്തിൽ നോക്കിയാൽ തലമുറകൾക്ക് തീരെ സ്തോത്രം മാതാപിതാക്കൾക്ക് കീഴടങ്ങുവാൻ കഴിയുന്നില്ല. സ്തോത്രം. മാതാപിതാക്കളെ കീഴടങ്ങുകയല്ല, അനുസരിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. അത് അനുസരിക്കാതിരിക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും അവർ ചിന്തിക്കുന്നത്, എന്റെ പപ്പയ്ക്കും മമ്മിക്കും എന്നെ പോലെ ജ്ഞാനമില്ല, അല്ലെ, എന്നെ പോലെ മൊബൈൽ ഉപയോഗിക്കാൻ അറിയത്തില്ല, എന്നെ പോലെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അറിയത്തില്ല, എന്നെ പോലെ കമ്പ്യൂട്ടർ തുറക്കാൻ അറിയത്തില്ല. ഇതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം. നമ്മുടെ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ നമ്മളെ പോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് ഒരുപക്ഷെ കഴിയാതിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായ സത്യമാണ്. സ്തോത്രം. എന്നാൽ നമ്മൾ ദൈവവചനത്തിൽ നിന്നും അതിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. സ്തോത്രം. അത് നമുക്കൊന്ന് മനസ്സിലാക്കി ഈ വചനങ്ങളിൽ പോകുവാൻ ദൈവം ഇടയാക്കട്ടെ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ അറിയാവുന്ന വേദഭാഗമാണ്. ഞാനതിൽ കൂടുതൽ പറയുന്നില്ല. 45, 46, 47 വാക്യങ്ങളിലൊക്കെ യേശുവിന്റെ ശൈശവാവസ്ഥ അല്ലെങ്കിൽ ശിശുവായിരിക്കുന്ന സമയത്ത് താനൊരു പൂർണ്ണ സാഹചര്യത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള യേശുവിന്റെ ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് യേശുവിന് എന്തുകൊണ്ടും തന്റെ മാതാപിതാക്കന്മാരെക്കാൾ എല്ലാ തരത്തിലുള്ള ജ്ഞാനമുണ്ട്, അല്ലെ? അവിടെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അതിന്റെ 47, 47, 48 and 49 നമുക്കൊന്ന് ദൈവസന്നിധി വായിക്കാം. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ടവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല.
പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ആമേൻ. അവർ, അതായത് യേശുവിന്റെ അപ്പനും അമ്മയും പറഞ്ഞത്, യേശു പറഞ്ഞ ആശയവുമായി നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. യേശു പിതാവിന്റെ പെർഫെക്റ്റായ ഉത്തരവാദിത്തത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തെ അവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അത് ബൈബിളിൽ അതേപോലെ രേഖപ്പെടുത്തിയത് നമുക്ക് അവിടെ ഒരു മാതൃകയാക്കാനാണ്. എന്താണ് മാതൃക? നമ്മളെക്കാൾ ഒരുപക്ഷെ ജ്ഞാനമില്ലെന്ന് നമ്മൾ, ഒരുപക്ഷെ അത് ശരിയായിരിക്കാം, ഇവിടെ അത് ശരിയാണ്, യേശുവിന്റെ കാര്യത്തിൽ അത് ശരിയാണ്, നമ്മൾ അത്രയൊന്നും ജ്ഞാനമൊന്നുമില്ല. ഇനി ഓക്കെ, നമുക്ക് നമ്മളെക്കാൾ ജ്ഞാനം മാതാപിതാക്കളെക്കാൾ ജ്ഞാനം ഇനി മക്കൾക്കുണ്ടെന്ന് വെച്ചോ, എങ്കിൽ പോലും യേശു അവർക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഈ യേശുവിനെയാണ് ഞാനും നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ക്രൂരനായ ഒരു മാതാപിതാവിന് പോലും നമ്മൾക്ക് അനുസരണമുള്ള ഒരു മകനും മകളുമായി നിൽക്കാൻ പറ്റും. പിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി സഞ്ചരിക്കുന്ന ക്രിസ്തുവിന്റെ ഭാവത്തെ 1% പോലും അതേ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത, പൂർണ്ണമായി, കുറച്ചൊക്കെ മറിയിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായ നിലവാരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും പിന്നീട് 30 വയസ്സുവരെ അല്ലെങ്കിൽ ആ സമയം മുതൽ പിന്നെയും പോയി കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് കൊച്ചു കാര്യമല്ല. വർഷങ്ങളോളം യേശു കീഴടങ്ങിയിരുന്നു. ഞാൻ നിങ്ങളോട് ദൈവസ്നേഹത്തിൽ പറയട്ടെ, നിങ്ങൾക്കൊട്ടും കീഴടങ്ങുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊട്ടും അനുസരിക്കാൻ പറ്റാത്തൊരു മാതാവും പിതാവുമാണ്, അത്ര ഭയങ്കരമായി നിങ്ങൾക്ക് വേദനിപ്പിക്കപ്പെടുന്ന ഒരു മാതാവും പിതാവുമാണ് നിങ്ങൾക്കുള്ളത്. യേശുവിന്റെ ജീവിതം അറിയാൻ നല്ലൊരു അവസരമാണത്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ചിലരെ ഭാര്യമാരുടെ ജീവിതം കൊണ്ടായിരിക്കും പഠിപ്പിക്കുന്നത്, ചിലര് ഭർത്താക്കന്മാരുടെ ലൈഫ് കൊണ്ടായിരിക്കും ഈ ദൈവസ്നേഹം പഠിപ്പിക്കുന്നത്. ഇത് അവരോട് നമ്മൾ എതിർക്കണ്ട. ചിലപ്പം മാതാപിതാക്കളുടെ ജീവിതം കൊണ്ടായിരിക്കും ദൈവം ചിലപ്പോൾ പഠിപ്പിക്കുന്നത്, ചിലപ്പോൾ മക്കളുടെ ജീവിതം കൊണ്ടായിരിക്കും നമ്മളെ ചില കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇതെല്ലാം പഠിപ്പിക്കുന്നത് എന്താ? യേശു എന്താണെന്നാ പഠിപ്പിക്കുന്നത്. നമ്മളെ യേശു ആരെന്ന് മനസ്സിലാക്കാൻ ദൈവം തരുന്ന അവസരങ്ങളാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു ശരിയായ തീരുമാനം, യേശു എടുക്കുന്നത് തെറ്റല്ല. യേശു പിതാവിന്റെ ശുശ്രൂഷ അവിടെ ചെയ്യുന്നത് ആത്മീകമായി നോക്കുമ്പോൾ ഒരിക്കലും തെറ്റല്ല. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ആത്മീക പക്വത ആ മാതാപിതാക്കൾക്കില്ല. ഇനി നമ്മൾ പറയുകയാണ്, സത്യസുവിശേഷത്തെ നമ്മൾ മനസ്സിലാക്കി, എന്നാൽ ഇന്നത്തെ ഒരു നല്ല ശതമാനം മാതാപിതാക്കൾ, എന്നോട് വിഷമം തോന്നരുത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്, ഇന്നത്തെ ഈ യൗവന തലമുറ എങ്ങനെയും നമുക്ക് രക്ഷപ്പെടുത്തിയൊക്കെ എടുക്കാം. പക്ഷെ ഇവരെ പൂർണ്ണമായി രക്ഷപ്പെടുത്താൻ ഏറ്റവും വലിയ തടസ്സം മാതാപിതാക്കളാണ്. അവർ പറഞ്ഞത് അത്രമാത്രം ഒന്നും ആത്മീയതയിലേക്ക് നീ പോകണ്ട, നീ ഒരു നല്ല 3 നില വീടൊക്കെ വെച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളെയൊക്കെ ഒന്ന് മാനിക്ക്, നല്ലൊരു കാറും ഇപ്പോഴത്തെ കാറൊക്കെ ഒന്ന് മാറി വേറൊരു കാർ എടുത്ത് ഞങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ഗമയായിട്ട് നടക്കട്ടെ, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി അല്ലെ. അതുകൊണ്ടെന്താ, അവർ ലോകത്തിലേക്ക് പോകുന്നു, പക്ഷെ അവിടെയും നിങ്ങളൊരു പൈതലാണെങ്കിൽ, നിങ്ങളൊരു കുഞ്ഞാണെങ്കിൽ, നിങ്ങളൊരു മാതാപിതാക്കൾ കീഴടങ്ങിയിരിക്കേണ്ട സമയത്തിനുള്ളിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന ആ പ്രായത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 30 വയസ്സുവരെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേർതിരിക്കുന്നതിനും ഏകദേശം നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. അവിടെ മുതൽ യേശുവിനെ പ്രസംഗിക്കുന്നതായിട്ടൊന്നും ബൈബിളിൽ കാണുന്നില്ല. പിന്നെ 30ാമത്തെ വയസ്സിലാണ് യേശുവിന്റെ പ്രസംഗം വരുന്നത്. കീഴടങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ദൈവത്തിന് നമ്മളോട് അനുസരണമുള്ളവനായിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, നിങ്ങളുടെ മാതാവും പിതാവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആത്മീക നിലവാരത്തിൽ വന്നിട്ടില്ലെങ്കിലും, ഇനി ഭൗതികമായിട്ടാണെങ്കിലും മാതാവും പിതാവിനും തന്നത് കർത്താവ് തന്നെയാണ്. ആ കുടുംബത്തിൽ നിങ്ങളെ ജനിപ്പിച്ചത്, നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞ ദൈവത്തിന്റെ പെർഫെക്റ്റ് ഉദ്ദേശത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് ആ മാതാപിതാക്കൾ ജനിച്ചത് കൊണ്ടാണ് ഈ കർത്താവിനെ അറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ അവർ നിങ്ങൾക്ക് വസ്തു തന്നു കാണത്തില്ല, ഒരുപക്ഷെ നല്ലൊരു ജോലി തന്നു കാണത്തില്ല, ചിലപ്പോൾ തന്നു കാണും. ഓക്കെ, ചില ആളുകൾക്ക് ചിലപ്പോൾ നന്മ തന്നു കാണും, ചിലപ്പോൾ തന്നു കാണത്തില്ല. സ്നേഹം കൂടുതൽ കിട്ടിക്കാണും, ചിലപ്പോൾ കിട്ടാതിരിക്കും. അതൊക്കെ ഞാൻ ഈ പിതാക്കന്മാരുടെ കാര്യം പറയുമ്പോൾ ദൈവം അനുവദിച്ചാൽ പറയാം. സ്തോത്രം. ആമേൻ. ഇതൊക്കെ കിട്ടിയാലും ഇതെല്ലാം കർത്താവ് അറിയാതെയല്ല നിങ്ങളെ ആ കുടുംബത്തിൽ നിങ്ങൾക്ക് മാതാവിനെ പിതാവിനെ ദൈവം തന്നത്. നിങ്ങൾ ആ മാതാവിനെ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെ ഏതെങ്കിലും കൊച്ചു സെക്കൻഡുകളിൽ നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് എതിരായി ചിന്തിച്ചു പോയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അത് കർത്താവിനെ കൂടുതൽ അറിയാൻ
എല്ലാം അറിയാകുന്നവൻ. അവിടെ എഴുതിയിരിക്കുന്ന വിവേകം, അവന്റെ വിവേകം വിസ്മയിച്ചു എന്ന് പറഞ്ഞാൽ വിവേകമുള്ള, ജ്ഞാനമുള്ള, അറിവുള്ള ആ കർത്താവ് മാതാപിതാക്കൾക്ക് കേവലം മറിയയ്ക്കും ലാസറിനും നസ്രേത്തുകാരനായ സാധാരണ മനുഷ്യന് കീഴടങ്ങിയിരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ യേശുവും മറിയയും യോസഫിന്റെ മുന്നിൽ കീഴടങ്ങിയതുമായി നോക്കുമ്പോൾ നമ്മൾ കീഴടങ്ങുന്നത്, നമ്മൾ അനുസരിക്കുന്നത് ഒന്നുമില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആഗ്രഹത്തിനനുസരിച്ച് ഓടുമ്പോൾ, ഞാൻ ആത്മീയ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ആത്മീകമായി വളരുന്നതിന് തടസ്സമാണെങ്കിൽ അതിനെ എതിർത്ത് നിങ്ങൾ തെറ്റൊന്നുമില്ല. ബൈബിളിലെ അടിസ്ഥാനമായ ഉപദേശങ്ങൾക്ക് മാതാപിതാക്കൾ നിങ്ങളെ അനുവദിക്കുന്നില്ലെങ്കിൽ അതിന് കീഴടങ്ങിയിരിക്കാനൊന്നും ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല. ഞാൻ പറയുന്നത് അതല്ല, അടിസ്ഥാനപരമായി നിത്യതയ്ക്ക് അവകാശമായി പോകുന്ന കാര്യത്തെ പറ്റിയല്ല. അതിന് പുറത്തുള്ള ഒരു കാര്യത്തെ നിങ്ങളുടെ മാതാവും പിതാവും ശക്തമായി നിങ്ങളുടെ ആഗ്രഹത്തെ നടത്തി തരുന്നില്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വഴങ്ങിയാട്ടെ. ഞാൻ പറയുന്നത് ചിലപ്പോൾ അതേപോലെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങൾക്ക് ഡോക്ടർ ആകാൻ ആഗ്രഹം, നിങ്ങൾക്ക് എഞ്ചിനീയർ ആകാൻ ആഗ്രഹം, പക്ഷെ നിങ്ങളുടെ മാതാവിനും പിതാവിനും ഡോക്ടർ ആക്കാൻ ആഗ്രഹം. ദൈവം നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും കീഴടങ്ങിയാട്ടെ, അനുസരിച്ചാട്ടെ. സ്തോത്രം. അവിടെ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. ആത്മീക ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നഷ്ടപ്പെടാത്ത എന്തു കാര്യവും മാതാപിതാക്കൾ നമ്മുടെ സംസാരിച്ചാലും കർത്താവ് അവരെ മാതാവും പിതാവുമായി ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട്, മക്കളെ പോയി ആ എക്സാം എഴുതെന്ന് പറഞ്ഞാൽ എഴുതിക്കോണം. മക്കളെ നീ പോയി അത് പഠിക്കടാന്ന് പറഞ്ഞാൽ പഠിച്ചോണം. മക്കളെ നീ അത് നന്നായിട്ട് ട്യൂഷന് പോന്ന് പറഞ്ഞാൽ പൊയ്ക്കോണം. മക്കളെ നീ ആ കാര്യത്തിൽ ഇടപെട് എന്ന് പറഞ്ഞാൽ ഇടപെട്ടോണം. അത് ആത്മീക ജീവിതവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് കോട്ടം തട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തെ അവിടെ വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുക എന്നതാണ് ഈ വചനത്തിന്റെ വ്യവസ്ഥ. ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കട്ടെ. പിന്നെ മറ്റൊരർത്ഥം, ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിവാഹം കഴിച്ചു കഴിഞ്ഞാലും മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കട്ടെ എന്നതല്ല കേട്ടോ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഭാഗം ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം മറന്നു പോകരുത്. വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു സാലറി മുഴുവൻ എനിക്ക് വേണമെന്ന്, അതുകൊണ്ട് ഭർത്താവ് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊട്ടും തരികയില്ല എന്ന് ഒരിക്കലും ഭാര്യയ്ക്കോ ഭർത്താവിനോ പരസ്പരം പറയാൻ കഴിയത്തില്ല. എൻ്റെ അപ്പനും അമ്മയാണ് ഇപ്പോഴും എന്നെ നിയന്ത്രിക്കുന്നത്, അവര് പറയുന്നത് ഞാൻ ഇപ്പോഴും കേൾക്കൂ എന്ന് പറയുന്നെങ്കിൽ അത് ദൈവവചന പ്രകാരം കുഴപ്പമായി. സ്തോത്രം. മാതാപിതാക്കൾക്ക് മക്കൾ അനുസരണമുള്ളവനായി തീരണമെന്ന് പറയുന്നത്, ഞാൻ അതാണ് ഒരിക്കലും നിങ്ങളോട് പറഞ്ഞത്, യേശു 30 വയസ്സിന് ശേഷം പിന്നെ മാതാപിതാക്കൾ കീഴടങ്ങിയിരുന്നില്ല. അമ്മ പിന്നെ വിളിക്കാൻ വന്നു, പോയില്ല. സഹോദരങ്ങൾ വന്നു, പോയില്ല. പക്ഷെ പോയ ഒരു കാലമുണ്ട്. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് മക്കൾ കീഴടങ്ങിയിരിക്കേണ്ട, അല്ലെങ്കിൽ പൂർണ്ണമായി അനുസരിക്കേണ്ട സമയത്തനുസരിച്ചാട്ടെ. ചിലർ വിവാഹം കഴിഞ്ഞിട്ടോ, ഇപ്പോഴാണ് എൻ്റെ പപ്പയുടെ സ്നേഹം എനിക്ക് മനസ്സിലായത്, പാസ്റ്റർ എനിക്കറിയാം എൻ്റെ ഭർത്താവിനേക്കാൾ എൻ്റെ പപ്പയും മമ്മി എന്നെ കരുതി. നല്ല കാര്യമാണ്, പക്ഷെ ആ സമയം കഴിഞ്ഞു. ഇനി അവരെ കരുതിയാട്ടെ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്താട്ടെ. ഇനി അവര് പറയുന്നതെല്ലാം കേട്ടിട്ട് ഭർത്താവിനെയും കളഞ്ഞ് കുടുംബവും കളഞ്ഞ് എൻ്റെ പപ്പ എനിക്കുണ്ട്, എൻ്റെ മമ്മി എനിക്കുണ്ട്, എൻ്റെ കൂടുണ്ട്, തെറ്റായ ദിശയിലാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്ക് കർത്താവിനെ അനുസരിക്കാനുള്ള നല്ല ഭാഗങ്ങളെല്ലാം നഷ്ടമാക്കിയിട്ട് തെറ്റായ ഒരു ഉപദേശത്തിലേക്കാണ് ദൈവം നിങ്ങളുടെ ചിന്ത നിങ്ങളെ കൊണ്ടുപോകുന്നത്. അത് തത്വജ്ഞാനമോ വേറെ ലോകത്തിന്റെ ഏതോ ഉപദേശമാണ്. നിങ്ങളുടെ മാതാപിതാക്കളെ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. അവരെ കെയർ ചെയ്യണം, അവരെ നോക്കണം, അവരെ പരിപാലിക്കണം. ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങളുടെ നന്മകളിലും എല്ലാം അവരെ സൂക്ഷിക്കണം, നോക്കണം, അവർക്ക് വേണ്ടതെല്ലാം ചെയ്യണം. ഈ വചനം നിങ്ങളുടെ ഭർത്താവിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെയും സ്നേഹിക്കാൻ പറ്റാതിരിക്കുന്നതിന്റെ ഒരു ലൈസൻസ് അല്ല. ഇന്ന് പല കുടുംബ ബന്ധങ്ങളുടെയും ഡൈവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഞാനിത് നേരത്തെ പറഞ്ഞതാണ്. വെറുതെ മാതാപിതാക്കൾ അവരുടെ കുടുംബ ബന്ധങ്ങളിൽ ഇടപെടുന്നതാണ്. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്,
അതുകൊണ്ട് ശമ്പളം കിട്ടുന്നതിൽ കുറച്ച് എനിക്ക് വേണം, വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ അതും എനിക്ക് നിയന്ത്രിക്കണം. അവർക്ക് ഇത്ര ശതമാനം പൈസ കിട്ടുന്നുണ്ട്, ഇത്രയും സാലറി ഒന്നും അവന്റെ കയ്യിൽ വെറുതെ കൊണ്ട് കൊടുക്കരുത്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, ഇവിടെയല്ല മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് പറഞ്ഞതാ. മാതാപിതാക്കളെ അനുസരിക്കേണ്ട സമയത്ത് അനുസരിച്ചാട്ടെ. ഇവിടെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുവാൻ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കെ, ആ കീഴടങ്ങളിൽ നിന്നുകൊണ്ട് പപ്പയെയും മമ്മിയെയും സ്നേഹിക്കുവാൻ ദൈവവചനത്തിൽ വ്യവസ്ഥകളുണ്ടല്ലോ. അത് ചെയ്താട്ടെ, അത് ചെയ്താട്ടെ. ദയവായി ഈ വചനം ഞാൻ അങ്ങനെ തന്നെ പ്രസംഗിച്ചുകൊണ്ട് പറയുന്നു. ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഞാൻ സ്നേഹത്തിൽ പ്രബോധിപ്പിക്കട്ടെ. ദയവായി 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 പ്ലീസ്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ ഭാര്യ ഭർത്താവായി തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താട്ടെ. മാതാപിതാക്കൾ, വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ യഥാർത്ഥ വഴിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അപ്പനമ്മയെ മറക്കത്തില്ല. നിങ്ങൾ യഥാർത്ഥ വഴിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാര്യയോടുള്ളതും ക്ലിയറാക്കും, ദൈവം ക്ലിയർ ആക്കി കൊണ്ടുവരും. ഭർത്താവിനോടുള്ളത് ക്ലിയർ ആക്കി കൊണ്ടുവരും. മാതാപിതാക്കളോടുള്ളതും ദൈവം ക്ലിയർ ആക്കി കൊണ്ടുവരും. അതാണ് ദൈവം ഈ ക്രിസ്തുവിനെ അറിയുന്ന ഓരോ സാഹചര്യത്തിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളുടെ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണമെന്ന് തൊട്ട് താഴെയുള്ള വാക്യം പറയാൻ ഞാൻ അതിലേക്ക് വരാം. സ്തോത്രം. ആദ്യം നമ്മൾ ഇവിടെ ചിന്തിച്ചത് ഇപ്രകാരമാണ്: മക്കളെ, നിങ്ങളുടെ എന്താണ് അമ്മയപ്പന്മാർക്ക്, സ്തോത്രം, സ്തോത്രം, എല്ലാം എന്താണ് ആ വാക്യം ഒന്നുകൂടെ നോക്കിയാട്ടെ. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പി, സകലത്തിലും അനുസരിപ്പി. ഇനി നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും നിങ്ങൾ പോലെ ജ്ഞാനമില്ലെന്ന്. നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ ഇന്ന് പഠിക്കുന്നതും നിങ്ങൾ ഇനി ജ്ഞാനത്തിലെത്തിയതും അവരുടെ വിയർപ്പാണെന്ന് ഓർത്തോണം, അവരുടെ കഷ്ടപ്പാടാണെന്ന് ഓർത്തോണം. അവർക്ക് ആ സാഹചര്യങ്ങളില്ലായിരുന്നു, അല്ലെങ്കിൽ അവരെ അങ്ങനെ ഗൈഡ് ചെയ്യാൻ ആളുകളില്ലായിരുന്നു. അത് നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ നേടിയെടുത്തിരിക്കെ നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായി നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് തിന്മയാണെന്ന് ഓർത്തോണം, അത് നന്മയല്ല എന്ന് മനസ്സിലാക്കിക്കോണം. മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുന്നത് ബൈബിളിൽ ഏറ്റവും മോശകരമായ ഒരു സത്യമാണ് എന്ന് നമ്മൾ മറക്കാതിരുന്നു കൊള്ളണം. അതൊരിക്കലും ദൈവം ക്ഷമിക്കാത്ത ഒരു വലിയ കഠിനമായ സാഹചര്യമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുന്നതും അനുസരിക്കാതിരിക്കുന്നതും എന്ന് മനസ്സിലാക്കണം. പല ആളുകളും ജീവിതത്തിൽ പലപ്പോഴും മനസ്സിലാക്കി പറയാറുണ്ട്, എന്റെ പപ്പ എന്നോട് അന്നത് പറഞ്ഞതായിരുന്നു പാസ്റ്റേ, എന്റെ മമ്മി എന്നോടത് പറഞ്ഞതായിരുന്നു പാസ്റ്റേ, ഞാൻ അനുസരിച്ചില്ല. ചില കാര്യങ്ങൾ അന്ന് അനുസരിക്കാത്തത് ഇന്നൊരു പക്ഷേ നമുക്ക് തിരുത്താൻ പോലും പറ്റത്തില്ലായിരിക്കാം. ഞാൻ സ്നേഹത്തിൽ നിങ്ങളോട് പറയട്ടെ, ക്രിസ്തുവിന്റെ പുറകെ നിങ്ങൾ സഞ്ചരിക്കുന്നതാണോ, നിങ്ങളുടെ മാതാവും പിതാവും കഠിനമെന്ന് തോന്നുന്ന എന്തുപദേശം നിങ്ങളോട് പറഞ്ഞാലും, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കെതിരായി നിൽക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, നിങ്ങളെക്കാൾ ജ്ഞാനം കുറവായ ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, ദയവായി നിങ്ങൾ സകലത്തിലും മാതാപിതാക്കൾക്ക് അനുസരണമുള്ളവരായി തീർന്നട്ടെ. അതിലൊരു തിന്മയും നിങ്ങൾക്ക് വരില്ല. നിങ്ങൾ ഈ വചനം അനുസരിച്ചതുകൊണ്ട് നിങ്ങളുടെ ഭാവി നശിച്ചു പോയെന്ന് ഒരിക്കലും പറയാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ ഈ വചനപ്രകാരം സകലത്തിലും മാതാപിതാക്കൾക്ക് ഉള്ളവളായി തീർന്നതുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇല്ലാതായി പോയി എന്നൊരിക്കലും പറയാനിടയാകത്തില്ല. കാരണം യഥാർത്ഥ ഭാവി എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ അടുത്തെത്തി എന്നുള്ളതാ. മറ്റെല്ലാം അവിടേക്കുള്ള യാത്രയുടെ ഭാഗം മാത്രമാണ്. അതിൽ വിജയങ്ങൾ വരാം, പരാജയങ്ങൾ വരാം, തകർച്ചകൾ വരാം, നന്മകൾ വരാം, ഉയർച്ചകൾ വരാം, താഴ്ചകൾ വരാം. യഥാർത്ഥമായ ലക്ഷ്യം ക്രിസ്തുവിങ്കലേക്കാണ്. അത് നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ ആഴത്തിൽ അറിയുവാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പൂർണ്ണ അനുസരണമുള്ളവനായി നിൽക്കുമ്പോൾ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ തയ്യാറായട്ടെ. സ്തോത്രം. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് പൂർണ്ണമായി അനുസരണമുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞുപോയ ആളുകൾ, നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് ഇന്നുണ്ടാകുന്ന ഈ ജ്ഞാനം മുഴുവൻ ഒരു ദിവസം ഉണ്ടായി വന്നതല്ല. നിങ്ങൾക്ക് മുമ്പേ പോയവരുടെ അധ്വാനമാണ് ഇന്ന് ഈ കാണുന്ന യൂണിവേഴ്സിറ്റികൾ. നമ്മൾ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മഹത്വങ്ങളും നമുക്കറിയാമല്ലോ. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ തന്നെ വില്യം കേറിയപ്പോലുള്ള ഭക്തന്മാരുടെ കഷ്ടപ്പാടുകളാണ്, വേദനകളാണ്, തകർച്ചകളാണ്.
എത്രയോ പേർ നമുക്ക് മുമ്പേ പോയവർ. നമ്മൾ അവർക്ക് ജ്ഞാനമില്ല, നമ്മൾ അവർക്ക് വിവരമില്ല എന്ന് പറയുമ്പോൾ അവരുടെ അധ്വാന ഫലമായിട്ടാണ് ഇന്നത്തെ ജ്ഞാനത്തിന്റെ ഉറവിടം ഉണ്ടായത് എന്ന് നമ്മൾ അറിഞ്ഞോണം. നമുക്ക് ലോകത്തിന്റെ എന്തെങ്കിലും ജ്ഞാനങ്ങൾ ലഭിക്കുമ്പോൾ മാതാപിതാക്കൾ ഒന്നുമല്ലെന്ന് തോന്നുന്നെങ്കിൽ ആ തലമുറയിലുള്ള ആളുകൾ ഇതിനൊക്കെ വേണ്ടി പരിശ്രമിച്ചത് കൊണ്ടാണ് നമുക്കിതൊക്കെ ലഭിച്ചത് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരോട് നന്ദിയുള്ളവരായി, അവരോട് ആമേൻ സ്തോത്രം കീഴ്പ്പെട്ടവരായി ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മറ്റൊരു ഭാഗം നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്തോത്രം ആമേൻ ഈ മറിയെ പറ്റി അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വന്നാൽ അവിടെ നിന്ന് ഇങ്ങനെയാണ് വാക്യം. അതിന്റെ 50-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 50 ഒന്ന് വായിച്ചട്ടെ. 50-ാമത്തെ വാക്യം. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്നവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതെ, ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ അവന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നിങ്ങൾക്ക് തോന്നും നിങ്ങളെക്കാൾ ജ്ഞാനം കുറവുള്ള മാതാവും പിതാവും നിങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ഇവർക്കൊന്നും അറിയത്തില്ലെന്ന്. അല്ല, അവർ പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് അവർ വാച്ച് ചെയ്യുന്നില്ലെന്നല്ല. നിങ്ങളുടെ നന്മയ്ക്കായി അവർ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിന്ത കാണും, എന്നെ കുറിച്ച് ചിന്തയൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു. അല്ല, ചിന്തയുണ്ട്. ചിന്ത ഉള്ളത് കൊണ്ടാണ് ചിലത് നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ മാതാവും പിതാവും നിങ്ങളുടെ ലൈഫിനെ ചിന്തിക്കുന്നതും കൂടെ കൊണ്ടാണ്. മറിയയുടെ ചിന്തയാണ് അങ്ങനെ. അത് ഒരുപക്ഷെ മാനുഷികാർത്ഥത്തിൽ ഞാനിപ്പോൾ പറയുമ്പോൾ അത് ആ രീതിയിൽ എടുക്കുന്നെങ്കിലും അത് കർത്താവിന്റെ പെർഫെക്റ്റ് പ്ലാൻ തന്നെയായിരുന്നു. 30 വയസ്സ് വരെ കർത്താവ് അങ്ങനെ ആയിരിക്കട്ടെ എന്നുള്ളത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറിയ അത് അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് അത് ഒരിക്കലും ശ്രദ്ധിക്കാതിരിക്കുന്ന മറിയ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഓർമ്മ വരേണ്ടതെല്ലാം ഓർമ്മപ്പെടുത്തുവാൻ ദൈവശക്തനാണ്. അതിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ഓർക്കേണ്ട, ഞാൻ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പാഷേ എന്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി ചെയ്യത്തില്ല, അതുകൊണ്ടല്ലേ ഞാൻ എന്റെ അപ്പനും അമ്മയ്ക്കും കീഴടങ്ങാത്തത്, അനുസരിക്കാത്തതെന്ന് ഒരിക്കലും പറയരുതേ. രക്ഷയും ക്രിസ്തുവിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾക്കും എതിരല്ല നിങ്ങളുടെ മാതാപിതാക്കൾ സംസാരിക്കുന്നതെങ്കിൽ ദയവായിട്ട് അതനുസരിച്ചാട്ടെ. ദയവായി എത്ര നഷ്ടങ്ങൾ വരുമെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ ഭാവിക്ക് അത് കുഴപ്പമാണെന്ന് പറഞ്ഞാലും, അത് നിങ്ങൾ ചിന്തിക്കുന്ന വഴിക്കനുസരിച്ച് വലിയ പരാജയമെന്ന് പറഞ്ഞാലും, പ്ലീസ് നിങ്ങൾ അതനുസരിച്ചാട്ടെ. മാതാപിതാക്കളെ അനുസരിച്ചാട്ടെ, സകലത്തിലും കീഴടങ്ങട്ടെ. ഇനി 52-ാമത്തെ വാക്യം കണ്ടോ, 52 ഒന്ന് വായിച്ചാട്ടെ. 52. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു. യെസ്, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊലോസ്യ ലേഖനമെ ചേർത്ത് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വേദഭാഗമാണത്. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. എപ്പോൾ? മാതാപിതാക്കൾക്ക് പൂർണ്ണ അനുസരണമുള്ളവനായിരുന്നപ്പോൾ. അങ്ങനെ അനുസരണമുള്ളവനായതുകൊണ്ട് ജ്ഞാനത്തിനൊട്ടും കുറവ് വന്നില്ല, വളർച്ചയ്ക്കൊട്ടും കുറവ് വന്നില്ല. ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ നസറേത്തിൽ മുതിർന്നു വന്നു. യേശുവിന്റെ കാലഘട്ടത്തിൽ യേശുവിനെ പോലെ ജ്ഞാനമുള്ള നസറേത്ത് പട്ടണത്തിൽ ആരുമില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. പക്ഷെ ആ ജ്ഞാനമുള്ള മകൻ, ആ ജ്ഞാനമുള്ള തലമുറ നാട്ടുകാർ നോക്കുമ്പോൾ വെറും ജ്ഞാനമില്ലാത്ത മറിയയ്ക്കും യോസഫിനും കീഴടങ്ങിയിരിക്കുന്നത് കൊണ്ട് അവർ ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. മനുഷ്യർക്കെല്ലാം അവരോട് സ്നേഹമായി. കാരണം നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കേണ്ട സമയത്ത് കീഴടങ്ങാതെ നിങ്ങൾ എത്ര ആത്മീയതയുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും ഒരിക്കലും നിങ്ങളിൽ ക്രിസ്തുവിന്റെ ഈ ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും നിങ്ങൾ ഒരിക്കലും മുതിർന്നു വരില്ല. ആ ലൈഫിൽ നിങ്ങൾക്ക് മുതിരാൻ വെച്ചിരുന്ന ആത്മീകാനുഭവങ്ങൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയവരായി നിങ്ങളുടെ ജീവിതം തീരും. എന്നാൽ യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുന്നതിലൂടെ അവർ ജ്ഞാനത്തിന് കുറവ് സംഭവിച്ചു എന്നല്ല ബൈബിൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്താണ് പറയുന്നത്? യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും
മുതിർന്നു വന്നു. നസറേത്തിന്റെ പട്ടണത്തിലോ നസറേത്തിന്റെ ഗ്രാമത്തിലോ ലോകം ആമേ സ്തോത്രം എന്തെങ്കിലും നന്മ വരുമോ എന്ന് ചിന്തിക്കുന്ന ആ ഗ്രാമത്തിൽ, ആ പട്ടണത്തിൽ, ആ സ്ഥലത്ത് യേശു അവർക്ക് കീഴടങ്ങി ജീവിക്കുമ്പോൾ മറ്റുള്ളവർ തോന്നി, അയ്യോ ഒരു നല്ല കുഞ്ഞാണത്, ആ നല്ല മകനാണ്. യേശു ഒരു പാപവും ചെയ്യുന്നില്ല, യേശു ഒരു തെറ്റും സംഭവിക്കുന്നില്ല, യേശു മാതാപിതാക്കൾക്കെതിരായി ഒന്നും എതിരായി സംസാരിക്കുന്നില്ല, ഒരു മോശവാക്കും ഉപയോഗിക്കുന്നില്ല. ആളുകൾക്കെല്ലാം യേശുവിന് ഇഷ്ടമായി. അങ്ങനെ വളർന്നു വന്നൊരു കുഞ്ഞായിരിക്കുന്നതാണ് കർത്താവ് നമുക്ക് തരുന്ന മാതൃക. അങ്ങനെ വളരാനാണ് ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മാതാപിതാക്കളുടെ ലൈഫിൽ കൂടി ദൈവം നമ്മളെ കടത്തിവിടുന്നത്. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു ഭാര്യയിൽ കൂടി നിങ്ങളെ കടത്തിവിട്ടില്ല, ഭർത്താവിൽ കൂടി കടത്തിവിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ അങ്ങനെയുള്ള മാതാപിതാക്കളിൽ കൂടി നിങ്ങളെ കടത്തിവിട്ട് കാണും. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, നിങ്ങളുടെ ആത്മീക അനുഭവത്തെയോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഭക്തികളോ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മാതാവിനും പിതാവിന്റെയും അവസ്ഥകളിൽ കൂടി നിങ്ങൾ കടന്നുപോയെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ മാതൃകയാക്കുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. ആമേൻ. ഞാൻ വേഗത്തിൽ പറഞ്ഞവസാനിപ്പിക്കട്ടെ. ഇതിൽ കൂടിയെല്ലാം ക്രിസ്തുവിനെ അറിയുവാൻ ദൈവം നമുക്ക് അവസരം തരികയാണ്. ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഇത് ക്രിസ്തുവിന് പ്രസാദകരമാണ്. ഇത് ക്രിസ്തുവിന്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്നത് ക്രിസ്തുവിന് പ്രസാദകരമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്നേഹിക്കുന്നത് ക്രിസ്തുവിന് പ്രസാദകരമാണ്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പൂർണ്ണമായ അനുസരണമുള്ളവനായിരിക്കുന്നത് ക്രിസ്തുവിന്, എൻ്റെ അപ്പച്ചന് പ്രസാദകരമാണ്. അത് മനസ്സിലാക്കി യേശുവിന്റെ പുറകെ പോകുവാൻ നമ്മളെ ദൈവം ഒരുമിച്ച് സഹായിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കടന്നു പോകാം.